അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബബിൾസ് വരുന്ന വീഡിയോ നമ്മൾ ഇതിൽ കണ്ടില്ലേ, അത് തന്നെ. അപ്പോൾ അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് താഴെ കാണുന്ന ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാൻ കാണും. അപ്പോൾ ആ ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ സെൻറ്ററിലായിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. എന്നിട്ട് അത് ഫുള്ളും കവർ ആവുന്ന രീതിയിൽ ആ വീഡിയോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഈ താഴെ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഡാർക്കൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കിട്ടും. അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്രോമിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ആക്കുക. അതിലേക്ക് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെയായിട്ട് കട്ട് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. അതിനുശേഷം ഈ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്ത് ആളുടെ ആ ഒരു ഭാഗം വരെ മാത്രം നമുക്ക് മതിയാവും. അതൊന്ന് ക്രോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഫോട്ടോ ഒന്ന് സേവ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ലേ, ഒരു ബബിൾസിൻ്റെ, ആ വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ ആ പിക്ചർ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡാർക്കൻ ഓപ്ഷൻ വെച്ച് ഇതൊന്ന് ഈ ഫോട്ടോയിലേക്കൊന്ന് ബ്ലെൻഡ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോട്ടോയും ആ വീഡിയോ പോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ ഫോട്ടോ ഒന്ന് മൂവ് ചെയ്യിക്കണം. അതിനുവേണ്ടി ആ ഫോട്ടോ ഏറ്റവും മുകളിൽ കൊണ്ട് വെച്ചതിന് ശേഷം ഈ വീഡിയോയുടെ സൈഡിൽ കാണുന്ന കീ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിവിടെ പ്ലസ് പോലൊരു ഓപ്ഷൻ വരും. എന്നിട്ട് ഈ വീഡിയോയിൽ എൻഡിൽ പോവുക. എന്നിട്ട് ആ ഫോട്ടോ മുകളിൽ നിന്ന് താഴേക്ക് പ്രസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം തന്നെ ആ വീഡിയോ ഒന്ന് ലോക്കാവും. അതായത് നമ്മൾ തുടക്കം തൊട്ട് എൻഡ് വരെ ആവുന്നതിന് വരെ ആ ഫോട്ടോ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മളിതിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫോട്ടോ കറക്റ്റ് സ്ലോ മോഷനിലേക്ക് തന്നെ താഴേക്ക് വന്ന് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പൊങ്ങുന്ന രീതിയിൽ വരാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാട്ടോ. കൂടാതെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.